ജോലിക്ക് പോകാൻ പറ്റാതിരുന്നതെന്ന് ആരാ അത് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇമാതിരി ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കുന്നത് എന്നെ നാളെ കിടത്താൻ. അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പേടി തോന്നാറുണ്ടോന്ന്. എന്തൊരു ചോദ്യമാണെന്നാ പേടി. ഓരോ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഞാൻ വെള്ളം കുടിച്ചു. ഭർത്താവ് എവിടെ 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 എനിക്ക് മറുപടി പറഞ്ഞറിഞ്ഞ് വയ്യ. ഭർത്താവിന് ഇതുവല്ല അറിയണം. കഴിഞ്ഞ് നോക്കിയപ്പോൾ കയ്യിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് ഒലിക്കുവാണ്. സംഭവം അച്ഛൻ്റെ അമ്മ, അതായത് അച്ഛൻ ഹസ്ബൻഡിന് എന്ത് പറ്റാൻ? പിണക്കത്തിലാണോ? എപ്പോഴെങ്കിലും മുടിഞ്ഞ കാക്ക ഇത് എവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നതെന്ന് അറിയാൻ വയ്യ. പറയുമ്പോൾ ശരിക്കും കരച്ചിൽ വരും കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ വാഗതിൻ്റെ വായിൽ ഞങ്ങൾക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ചു. ഹലോ, എന്തുവാണ് അത്? വരുമാന മാർഗം വേണ്ടേ? ഒരുമിച്ച് നിന്നിട്ട് മാത്രം കാര്യമുണ്ടോ? വരുമാനം വേണമല്ലോ. പിന്നെ പൊതുവെ 5-6 സ്റ്റിച്ച് വന്ന വഴിയാണ് ഈ കിടക്കുന്നത്. അല്ലാണ്ട് പുരികം ത്രെഡ് ചെയ്ത് വെച്ചിരിക്കണല്ല കേട്ടോ, മോഡലിന് വേണ്ടിയിട്ട്. അത് പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര അതിശയമായിരുന്നേ. 70 ദിവസം കൊണ്ട് 1 കോടി ആൾക്കാർ കണ്ടോ? ഒരു സെൽഫി എടുക്കണം എന്ന് പുള്ളി മമ്മൂട്ടിയോ. പിന്നെ ഷാർജയും കുടിക്കണം. അതെന്തിന് എനിക്കല്ലോ, അത് അതിനല്ലേ പരദൂഷണം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അവൾ ചാനൽ തുടങ്ങി. അവൾ മറ്റേ അമ്പീര നമ്മളുണ്ടല്ലോ, അവൾ ചാനൽ തുടങ്ങി. വേറെ എവിടെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കോമൻട്രി ബോക്സിൽ പേനയും പെൻസിലും കട്ടറും എടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്ന സാധനം ഉപ്പും മുളക് കൂടി പൊതിഞ്ഞൊരു പേപ്പറിലേക്ക് വെക്കുമായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ? അറിയാമല്ലോ, വന്നിരിക്കണമെങ്കിൽ അറിയാമല്ലോ, നമ്മൾ ഒരു Q&A പാർട്ട് 2 ആണ് കേട്ടോ. കഴിഞ്ഞ വട്ടം നമ്മളൊരു Q&A വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അറിയാമല്ലോ, സമയപരിമിതി അറിയാം. സമയപരിമിതിയുടെ പ്രശ്നമല്ല, നമുക്കിങ്ങനെ ഇരുന്ന് എടുക്കാം. പക്ഷേ കുറേ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നിർത്തുന്നത് കേട്ടോ. കാക്ക ഇത് എവിടെ ഇരുന്നിട്ടാണാവോ ഇങ്ങനെ വിളിച്ച് തള്ളുന്നത്? പാവം കാക്കയ്ക്ക് അറിയില്ലല്ലോ ഞാനിവിടെ വീഡിയോ എടുക്കണം. കാക്ക മിക്കാറും വിചാരിക്കുമായിരിക്കും വല്ല തേങ്ങാപ്പൂണ് ഉണക്കട്ടൊക്കെ ആയിരിക്കും. പൊക്കോണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരുടെ പേര് പറയുന്നില്ലേ, കാരണം ഒരേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം പേര് പറയുന്നില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ യുവർ ഹോബീസ്? ഹോബീസ് എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ, പാട്ടിഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ് എന്നും പറഞ്ഞാൽ അത് നിങ്ങളുടെ അടുത്ത് പാടി തരണമെന്ന് പറയരുത്, കാരണം അതോടുകൂടി നിങ്ങൾ ഓടും. പിന്നെ എന്തുവാ, ഡാൻസ് കുഞ്ഞിലേക്ക് ഒത്തിരി ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ട്, ഡാൻസ് പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് എനിക്കിഷ്ടമാണ്, പാട്ടിഷ്ടമാണ്. പിന്നെ നമ്മുടെ മേഖല ഏതാ, കുക്കിങ്, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ശീതൂട്ടിയുടെയും മോൻ്റെയും ഒറിജിനൽ നെയിം എന്താണെന്നാണ്. ശീതുവിൻ്റെ പേര് ശീതൾ നന്ദ എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശീതൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് നന്ദ എന്ന് പറയുന്ന പേരും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് ശീതൾ നന്ദ എന്നാക്കിയിട്ടാണ് ശീതൾ നന്ദ കേട്ടോ. അതാണ് മോളുടെ പേര്. മോൻ്റെ പേര് കാർത്തിക് എന്നാണ്. ആ പേരിടാനൊരു റീസൺ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പേര് കാർത്തി എന്നാണ്. അപ്പോൾ അമ്മയും അച്ഛനും ഇല്ല ഹസ്ബൻഡിൻ്റെ. അപ്പോൾ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മോന് കാർത്തിക് എന്ന് പേരിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, രാജിയുടെ കല്യാണം കഴിഞ്ഞാണോ ചേച്ചി കല്യാണം കഴിച്ചേ? എന്നുവെച്ചാൽ എൻ്റെ ചേച്ചി. അത് ചോദിക്കാനുണ്ടായിരുന്ന കാരണം ചേച്ചിയുടെ കുട്ടി കുഞ്ഞായതുകൊണ്ട് ചോദിച്ചതാ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മറുപടി പറഞ്ഞാലെന്നാണ് കേട്ടോ. മറുപടി പറഞ്ഞാൽ മതി എന്നാണ്. ഇഷ്ടക്കുറവൊന്നുമില്ല, ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ. ശരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെയാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത്. ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി BSc MSc. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി പഠിച്ചു തീർന്നില്ല. ഞങ്ങളെപ്പോഴും പറഞ്ഞ് കളിയാക്കും. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത്. പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞത്, അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു കേട്ടോ. അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4 വർഷത്തോളം 4 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലാതിരുന്നു. അതിനുശേഷം കിട്ടിയ നമ്മുടെ തക്കുടു വാവയാണ് എമിലിയ ബേബി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അമ്മ കൂടെ ഇല്ലാത്ത ദിവസം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പേടി തോന്നാറുണ്ടോയെന്ന്. എന്തൊരു ചോദ്യമാണെന്നാ. പേടി എനിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പേടിയില്ല, ഞാൻ ഭയങ്കര ധൈര്യശാലിയാണെന്നല്ലേ. പക്ഷെ എൻ്റെ പൊന്നേ, പേടി തോന്നാറുണ്ടോയെന്നോ. അമ്മ ഞങ്ങളിവിടെ വരുന്നതിന് മുന്നേ എല്ലാ ആഴ്ചയും അയൽക്കൂട്ടത്തിന് പോകുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് സ്വന്തം സ്ഥലം വിതിരയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ സ്വന്തം സ്ഥലം വിതിരയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അയൽക്കൂട്ടമൊക്കെ അവിടെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ആയൂരാണ്. അപ്പോൾ ആഴ്ചതോറും അമ്മ അയൽക്കൂട്ടത്തിന് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ധൈര്യമായതുകൊണ്ട് ഞാനിവിടെ വന്നതിന് ശേഷം അമ്മ 2 മാസം 3 മാസം കൂടുമ്പോഴാണ് അയൽക്കൂട്ടത്തിന് പോകുന്നത്. അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ അതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളൊക്കെ ആയിരിക്കും പുറത്തുനിന്ന് കേൾക്കുന്നത്. രാത്രിയിൽ ഒരു എലി ഓടിപ്പോയവരെനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഞാൻ റൂമിൽ കയറി കഥ കടച്ചാൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ ആകുന്നേരം ടോയ്ലറ്റിൽ പോലും പോകാൻ നിൽക്കാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ എൻ്റെ മോനുണ്ടല്ലോ, ഇവിടെ ആളില്ലെങ്കിൽ അവൻ പറയും, അമ്മേ ഇതിൻ്റെ അതിൽ കൂടെ ആരും നടന്നു പോകുന്നുണ്ട്, ഇവിടെ കൂടെ ആരും നടന്നു പോകുന്നുണ്ട്. ഇവൻ മനഃപൂർവ്വം എനിക്കിട്ട് പണി തരാനാണോ അതോ എന്നെ പേടിപ്പിക്കാനാണോ എന്ന് എനിക്കറിയാൻ വയ്യ. അവൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ, ഇവിടെ ആളില്ലെങ്കിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസമാക്കിയാൽ പോരെ? കണ്ണേട്ടൻ ഒറ്റയ്ക്കല്ലേ അവിടെ? അതാകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കൂട്ടാകുമല്ലോ എന്നാണ്.
ഞാനും മോനും കുഞ്ഞും ശരിക്കും അച്ഛൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2-3 വർഷം അങ്ങനെ ആയിരിക്കും കേട്ടോ. സീതൂട്ടി ഇച്ചിരി ഒന്നും ആകാതെ ഞങ്ങൾ തിരിച്ചടൂർക്ക് പോയില്ല. കണ്ണേട്ടൻ ഒറ്റയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. കണ്ണേട്ടൻ ഞാനങ്ങനെ ഏട്ടാന്ന് വിളിക്കാറില്ലേ, കണ്ണൻ എന്നാണ് വിളിക്കാറ്. കണ്ണേട്ടൻ എന്ന് കേട്ടപ്പോൾ എന്തോ വേറെ ആരും വിളിക്കുന്ന പോലെ. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ വന്ന് നിൽക്കാത്തതിൻ്റെ റീസൺ വേറൊന്നുമല്ല. ഞങ്ങൾക്ക് അവിടെ താറാവുണ്ട്, പട്ടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമുക്കൊരു ചെറിയൊരു ഫാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്താലും ഫ്ലോപ്പ് ആവുന്നതുകൊണ്ട് അതിടയ്ക്ക് വെച്ച് ഫ്ലോപ്പായി പോയി. അതിൽ അവശേഷിച്ച കുറച്ച് താറാവുകളും പട്ടിയൊക്കെ ഉണ്ട്. അപ്പം അവരെയൊക്കെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, കൊണ്ടുവരാനല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് അവിടെയാണല്ലോ ജോലി. പുള്ളി ഒരു 6-7 വർഷം കൊണ്ട് അവിടെയാണ് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. റബ്ബർ വെട്ട്, തെങ്ങിൽ കയറ്റം, പോച്ചടിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ വർഷം കൊണ്ട് പുള്ളിയെ റെഗുലറായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ജോലിക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളി ഇവിടെ ഒരു പുതിയ ആളാണ്. അപ്പോൾ പുള്ളി ഇവിടെ ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ജോലിക്ക് ബുദ്ധിമുട്ടാവും. നമുക്ക് വരുമാന മാർഗ്ഗം വേണ്ടേ? ഒരുമിച്ച് നിന്നിട്ട് മാത്രം കാര്യമുണ്ട്, വരുമാനം വേണമല്ലോ. പിന്നെ പൊതുവേ ഇവിടെ റബ്ബർ വെട്ടും ഇല്ല. അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് എന്തിനാ, വെറുതെ വന്ന് നിന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി അവിടെ, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 വർഷം ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അത് കഴിഞ്ഞാലും ഇപ്പോൾ ഞങ്ങൾ അടൂർക്ക് പോവുകയാണെങ്കിലും എങ്ങനെയായാലും അമ്മയച്ഛനും കൂടെ ഉണ്ടാവും കേട്ടോ. ഇനി എന്തായാലും അവരെ തനിച്ചാക്കുന്നില്ല, കാരണം അമ്മയ്ക്കും അച്ഛനൊക്കെ പ്രായമായി. അപ്പോൾ ഇനി എന്തായാലും അവരെൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ബിദിരയിൽ നിന്ന് താമസം മാറിയിട്ട് എത്ര വർഷമായെന്ന്. ആര് താമസം മാറി ബിദിരയിൽ നിന്ന്? ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞു ബിദിരയിൽ നിന്ന് താമസം മാറിയെന്ന്. ബിദിരയിൽ വീടുണ്ട് കേട്ടോ, അവിടെ നിന്ന് ഞങ്ങൾ താമസം മാറിയിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഇവിടെ ആയതുകൊണ്ട് അവിടെ അടച്ചിട്ടേക്കുമാണ്. എന്നാലും ഞങ്ങൾ മാസത്തിൽ 7 പ്രാവശ്യം അവിടെ പോകാറുണ്ട്. ബിദിരയിൽ നിന്ന് താമസം മാറിയിട്ടില്ല. ബിദിരയിൽ ഞങ്ങളുടെ വീടുണ്ട്. മാസത്തിൽ ഞങ്ങൾ 6-7 വട്ടമെങ്കിലും ഞങ്ങൾ പോകാറുണ്ട് ഓരോ ആവശ്യമായിട്ടും. ഞങ്ങളുടെ ബാങ്ക് അവിടെയാണ്, പിന്നെ അമ്മയുടെ അയൽക്കൂട്ടം അവിടെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ കിടക്കുമല്ലേ. അപ്പോൾ താമസം മാറിയിട്ടില്ലേ. അപ്പോൾ ആ പുള്ളി തന്നെ ചോദിച്ചേക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ്, +2 വരെയും ബിദിര സ്കൂളിലാണോ പഠിച്ചതെന്ന്. +2 വരെയും ബിദിര സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. +2 പഠിച്ചത് ബിദിര സ്കൂളിലല്ല. +2 ഞാൻ പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്. ദീപ്തി കോളേജ് എന്ന് പറയും. അവിടെ പഠിച്ചിട്ട് നമ്മുടെ പെരിങ്ങൽമല ഇക്ബാൽ കോളേജിൽ ചെന്നിട്ട് എക്സാം എഴുതുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വീഡിയോ ലെങ്ത് കൂട്ടിക്കൂടെ. ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. വീഡിയോ ലെങ്ത് ശരിക്കും പറഞ്ഞാൽ കൂട്ടാത്തത് ബോറടിച്ചാലെന്ന് വിചാരിച്ചിട്ടാണേ. പിന്നെ നമ്മൾ അല്ലാണ്ട് ഈ ഷോർട്ട് വീഡിയോയിലൊക്കെ സംസാരിക്കുന്ന പോലെയും ഒന്നും, അല്ലെങ്കിൽ അത് കേട്ടിരിക്കുന്ന അതേ രസമൊന്നും ചിലപ്പോൾ ഈ ലെങ്ത് കൂട്ടിയുള്ള വീഡിയോയ്ക്ക് കിട്ടില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവരാണെല്ലാം. അപ്പോൾ കുറച്ചൊരു അരമണിക്കൂറുള്ള വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ട് നിങ്ങൾ കളഞ്ഞു പോയാലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം എൻ്റെ വീഡിയോകളെല്ലാം ഒരു 10 മിനിറ്റിന് താഴോട്ടേ ഉള്ളൂ. മിക്കവാറും 5 മിനിറ്റൊക്കെ ആയിരിക്കും. പിന്നെ Q&A വീഡിയോ മാത്രം ഇച്ചിരി ലെങ്ത് ഉള്ളതായിരിക്കും, കാരണം അതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ലെങ്ത് കൂട്ടി വീഡിയോ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വരും. ഞാനത് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ കുറേ ചിരിക്കുകയും ചെയ്തു. അതിൽ കുറേ എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, എനിക്കിനി പറഞ്ഞു തരാമെന്ന് അറിയില്ല. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ തിരിച്ചറിയാറുണ്ടോ? അത് ആ ആൾ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കൂടെ തന്നെ ആ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വായിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? ഹസ്ബൻഡിന് എന്ത് പറ്റാൻ? പിണക്കത്തിലാണോ? എപ്പോഴെങ്കിലും കാണുവാണേൽ ഒരു സെൽഫി എടുക്കണം എന്ന് പുള്ളി മമ്മൂട്ടിയോ? പിന്നെ ഷാർജയും കുടിക്കണം. അതെന്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ ഒരു സെൽഫി എടുക്കണം, ഷാർജയും കുടിക്കണമെന്നോ? പുള്ളി ആരാ, മമ്മൂട്ടിയോ മോഹൻലാലോ ആണോ? അയ്യോ. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ, എവിടെ നിന്ന്? നമ്മൾ അത്ര വലിയ സംഭവമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ വന്നടുത്ത് വരാറുണ്ട്. അന്ന് ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കറിയാം, ചാനൽ കയറി നോക്കുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടാൽ ഒരു 10 ലക്ഷം 12 ലക്ഷം പേരൊക്കെ കണ്ട വീഡിയോസ് ഉണ്ട്. അതിനിടയ്ക്ക് കണ്ട ആൾക്കാരും ഉണ്ട്. പിന്നെ മാക്സിമം നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ കാണുന്നത് ഒരു 1.5 ലക്ഷം പേരൊക്കെ ആയിരിക്കും ഒരു ഷോർട്ട് വീഡിയോ കാണുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞ് വരാറുണ്ട് കേട്ടോ. അതിൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളെ അറിയാവുന്നവർ വന്നിട്ട് പറയും, ചേച്ചി യൂട്യൂബർ അല്ലേ? ആ യൂട്യൂബർ അല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ പറന്നു പോകാറുണ്ട് ശരിക്കും. പിന്നെ വന്നിട്ട് പറയും, ചേച്ചിയുടെ റീൽസ് കാണാറുണ്ട്, വ്ളോഗ് കാണാറുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയും. അതിലൊക്കെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം നേരത്തേക്ക് നമ്മൾ പുറത്തിറങ്ങി നമ്മളൊരു പട്ടിയെ പൂച്ച പോലും തിരിച്ചറിയാറില്ലായിരുന്നു, വെറുതെ പോകുന്ന തിരിച്ചു വരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ഒന്ന് കണ്ട് ചിരിച്ചാൽ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അവർ തിരിച്ചറിയാറുണ്ട്. അപ്പോൾ ആ ആളിനെ ചോദിച്ചിരിക്കുകയാണ്, ഹസ്ബൻഡിന് എന്ത് പറ്റിയെന്ന്. ദൈവം സഹായിച്ച് ഹസ്ബൻഡിന് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. പുള്ളിക്കാരൻ അടൂരാണ്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അവിടെ നിൽക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നും പറ്റിയിട്ടില്ല. പിണക്കത്തിലാണോ എന്ന് ചോദിച്ചാൽ പിണക്കത്തിലല്ല. ഇത് ഞാൻ കഴിഞ്ഞ Q&A വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പിണക്കത്തിലേ അല്ല. പുള്ളി വീഡിയോയിൽ വരാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം.
പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിൽ വരാഞ്ഞത്. ഞാൻ മാസത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ അങ്ങോട്ടും പോയി, പുള്ളി ഇങ്ങോട്ടും വന്നു. പക്ഷേ പുള്ളിയെ വീഡിയോയിൽ കാണിക്കാത്ത കാര്യം പുള്ളിക്ക് താല്പര്യമില്ല വീഡിയോയിൽ വരാൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതിനോട് താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ ചാനൽ ഉള്ളതുകൊണ്ട് താല്പര്യക്കുറവൊന്നുമില്ല. പുള്ളി അതിനൊക്കെ ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് എന്ത് സഹായവും ചെയ്തു തരും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ പുള്ളിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ താല്പര്യമില്ലാത്ത ഒരാളിനെ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ Q&A വീഡിയോയിൽ അതിനെക്കുറിച്ചെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് കുറേ പേര് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, ചേച്ചിയുടെ ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ എന്ന്. ലവ് മാരേജ് ആയിരുന്നു കേട്ടോ, അറേഞ്ച് മാരേജ് അല്ല. എൻ്റെയും ചേച്ചിയുടെ ലവ് മാരേജ് തന്നെയാണ്. ചേച്ചിയുടെ ലവ് മാരേജ് ആയിരുന്നെങ്കിലും എല്ലാവരും വീട്ടിൽ നല്ല രീതിയിൽ തന്നെ കല്യാണം നടത്തുമായിരുന്നു. എൻ്റെത് അങ്ങനെയല്ല, ലവ് മാരേജ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി എത്ര വരെ പഠിച്ചു? പഠിച്ച കാര്യമൊന്നും പറയാതിരിക്കുന്നില്ല. ഞാൻ +2 വരെ പഠിച്ചു കേട്ടോ. ശരിക്കും +2 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. ഒരു ആവശ്യമില്ലാണ്ട് കുറേ പൈസ ആ വഴി കൊണ്ട് കളഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം. എനിക്ക് ശരിക്കും TTC പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ അവൾക്ക് ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ നമ്മളിങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടോ അതിൻ്റെ പുറകെ ചാടുന്ന ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ ശരിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അറിയുന്നത്. അന്ന് എനിക്ക് TTC ഭയങ്കര താല്പര്യമായിരുന്നു. എനിക്ക് ടീച്ചർ, അന്നും ഇന്നും ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അന്ന് അവൾ പറഞ്ഞെടി എന്നാൽ നമുക്ക് ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചാലോ, ഇങ്ങനെ ഒരു കോളേജ് ഉണ്ട് നെടുമങ്ങാട്, അപ്പോൾ അതിന് പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ ചെന്ന് ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് പോയി. അത് ഫ്ലോപ്പായി പോയി കേട്ടോ. അത് പകുതി ഞാൻ എന്ത് പറഞ്ഞാലും ഇടയ്ക്ക് വെച്ചിട്ട് അത് ആ കോളേജിന് അത് പൂട്ടിപ്പോവുകയൊക്കെ ചെയ്തു. അപ്പം ശരിക്കും ക്വാളിഫിക്കേഷൻ +2. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി വിചാരിച്ച ഹസ്ബൻഡിനോ രാജിക്കോ ഗൾഫിൽ ജോലി കിട്ടില്ലേ? ചേച്ചി എന്താ അവിടെ ഗൾഫിൽ ജോലി കൊടുക്കാനിരിക്കുന്ന ആളാണോ? വെറുതെ പറഞ്ഞാണേ. ജോലി കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ചേച്ചി തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ പോയത്. കാരണം നമുക്ക് UK നമുക്ക് വെറുതെ, ഗൾഫിലല്ല കേട്ടോ ചേച്ചി, ഒന്നാമത്തെ കാര്യം അതാണ്, ഗൾഫിലല്ല UK അപ്പോൾ അവിടെയൊക്കെ ഒരു ജോലിക്ക് പോകണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ പൈസ ഒരുപാട് ക്യാഷ് വേണം. ചേച്ചിയൊക്കെ ഒരുപാട് ക്യാഷ് അങ്ങനെയൊക്കെ കെട്ടി വെച്ച്, അങ്ങനെയൊക്കെയാണ് എൻ്റെ അറിവ്. പിന്നെ പരീക്ഷ എഴുതണം. എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന സംഭവങ്ങളൊന്നും അല്ല അത്. അതിന് പരീക്ഷ എഴുതി ഇത്ര മാർക്ക് വേണം, ലിസ്റ്റിൽ പേര് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് അവിടെ ജോലി കിട്ടാറുള്ളത്. UK ജോലിയായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അതുമല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റ് പേടിയാണ്. എനിക്ക് സത്യം പറയാമല്ലോ, ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കിനിയിപ്പോൾ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഫ്ലൈറ്റ് കയറില്ലാന്ന്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ വേണ്ടേ? എല്ലാവരും ഗൾഫിലും UK ബഹ്റിനിലും അവിടെ ഇവിടെയൊക്കെ പോയാൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വേണ്ടേ? നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ വേണ്ടേ? ഇറങ്ങി നടക്കുമ്പോൾ ഒന്ന് ചായ കുടിക്കാനാണെങ്കിലും എനിക്ക് ചായ കുടി വരുള്ളൂ. അതെന്താന്ന് 4 ആളെ കാണാനൊക്കെ നമ്മുടെ വീട്ടിൽ ആൾ വേണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആൾ വേണ്ടേ? എല്ലാവരും ഗൾഫിലൊക്കെ പോയാൽ. അടുത്ത ക്വസ്റ്റ്യൻ, കോതമംഗലത്ത് എവിടെയാണ് എൻ്റെ ചേച്ചിയുടെ വീടെന്നാണ്. അത് ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു. എനിക്ക് ആ പ്രോപ്പർ സ്ഥലം പേര് അവിടെ പറയുന്നത് കാളച്ചന്ത എന്ന, പണ്ടത്തെ കാളച്ചന്ത നടന്ന സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്താണ് അവരുടെ വീട് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്ഥലത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. കാളച്ചന്ത, ഞങ്ങൾ ഹോട്ടലൊക്കെ കയറിയിട്ട് കാളച്ചന്തയുടെ അവിടെ എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടാക്കാറുണ്ട്. അവിടെയാണ് വീട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പം ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിനും സ്യൂട്ട് ആവും, എന്നാലും ഞാൻ പറയാം. കണ്ണൻ്റെ അടുത്ത് പോയി താമസിക്കുന്നത് എന്നാണ്? ഇവിടെ അച്ഛൻ അമ്മ ഒറ്റയ്ക്കല്ലേ, അവരുടെ കൂടെയും മക്കൾ വേണം. അതിനല്ലേ ഞാനിവിടെ നിൽക്കണേ. കണ്ണൻ ഇവിടെ വന്ന് ജോലി നോക്കിക്കൂടെ? നാട്ടിലുണ്ടായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. മക്കൾക്ക് അച്ഛൻ്റെ അടുത്തുള്ള ദിവസങ്ങൾ നഷ്ടപ്പെടുന്നു, അതുപോലെ കണ്ണനും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നല്ല ക്വസ്റ്റ്യനാണ്. ഇതിപ്പോൾ ഞാൻ എന്താ ഇതിന് ആൻസർ പറയേണ്ടതെന്നാണ്. കണ്ണൻ്റെ അടുത്ത് പോയി താമസിക്കുന്നത് എന്നാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടൂർ പോയി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ശീതകുട്ടി കുഞ്ഞായതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്. എനിക്ക് അമ്മയും കൂടെ ഉണ്ടായിട്ട് തന്നെ എനിക്ക് അവളെ ശരിക്കും പറ്റുന്നില്ല. വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരാൾ അവളെ നോക്കാൻ വേണം, അല്ലെങ്കിൽ എനിക്ക് അവളെ കയ്യിൽ വെച്ചുകൊണ്ട്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഏരിയ കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുക്കിംഗ് ചെയ്യാനോ അങ്ങനെയുള്ള വീഡിയോ ഒന്നും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെയിൻ കാരണം എനിക്ക് ശീതുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ മോൻ്റെ സ്കൂള് അവിടെ അടുത്ത്, ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊന്നും നല്ലൊരു സ്കൂളില്ല. അപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം കണ്ണന് റബ്ബർ വെട്ടാണ് ജോലി എന്ന് അറിയാമല്ലോ. അപ്പോൾ കണ്ണൻ വെളുപ്പിനെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ അടുപ്പിച്ചാണ് കണ്ണൻ റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് എല്ലാ ജോലിയും കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ മോനെ സ്കൂളിൽ അവൻ ആരും ഉണ്ടാകും. ഇവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ്, അവരുടെ കൂടെ മക്കൾ വേണം. അതെന്താ സംഭവം? അച്ഛനമ്മ ഒറ്റയ്ക്കാണ്, ഞാനും പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ. എൻ്റെ അമ്മയച്ഛനാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ ഇനി കണ്ണൻ്റെ അമ്മയച്ഛനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ രണ്ടുപേരും ഇല്ല കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ അമ്മയച്ഛനും മരിച്ചിട്ട് ഒരുപാട് വർഷമായി. സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചോദിക്കണേ, കണ്ണൻ ഇവിടെ വന്ന് ജോലി നോക്കിക്കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ജോലിയുടെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവിടെ പട്ടി താറാവ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അവിടെയാണ് കുറേ വർഷം കൊണ്ട് പുള്ളി ജോലിക്ക് നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ തേങ്ങ വെട്ടാൻ പോകുന്നതും പോച്ചടിക്കാൻ പോകുന്നതൊക്കെ നമുക്കിപ്പോൾ ഒരു ജോലി ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മൾ പിന്നെയും അവർക്ക് ആവശ്യം വരുമ്പോൾ വിളിക്കും. അപ്പോൾ
അങ്ങനെ വിളിക്കുന്ന കുറേ പേരുണ്ട് കണ്ണനെ. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് അതൊന്നും കിട്ടില്ലല്ലോ. അപ്പം നമുക്ക് വരുമാനം വേണം, വരുമാനം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്തത് മക്കൾക്ക് അച്ഛൻ്റെ അടുത്തുള്ള ദിവസങ്ങൾ നഷ്ടപ്പെടുന്നു. അതെന്താ അങ്ങനെ? അപ്പോൾ ഗൾഫിൽ പോകുന്നതോ? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ തെറ്റായിട്ട് പറയുന്നതല്ല. ഇപ്പോൾ ഗൾഫിൽ ഒരുപാട് പേര് ജോലിക്ക് പോകുന്നില്ലേ? ഭാര്യയും മക്കളും നാട്ടിൽ, ഭർത്താവ് ഗൾഫിൽ, അല്ലെങ്കിൽ ഭാര്യ ഗൾഫിൽ, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരില്ലേ. അപ്പോൾ അവരോ? അങ്ങനെ അച്ഛൻ്റെ മക്കൾക്ക് അങ്ങനെ ദിവസങ്ങൾ നഷ്ടപ്പെടുന്ന അങ്ങനെയൊന്നുമില്ല. കാരണം കണ്ണൻ ഡെയിലി 3-4 വട്ടം ഫോൺ വിളിക്കും. ഒരു ദിവസം തന്നെ രാവിലെ, ഉച്ചയ്ക്കും, വൈകിട്ടും, രാത്രിയിലൊക്കെ ഫോൺ വിളിക്കാറുണ്ട്. ഞങ്ങൾ വീഡിയോ കോളാണെങ്കിലും അല്ലാണ്ട് നോർമലി കോളാണെങ്കിലും സംസാരിക്കാറുണ്ട്. പിന്നെ അവിടെ ഒരു എല്ലാ അനങ്ങിയാൽ കണ്ണൻ ഇവിടെ വിളിച്ച് പറയും ഞങ്ങളോട്. അപ്പോൾ പിന്നെ ആഴ്ചയിൽ കണ്ണന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഓരോ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഹോമിൽ കാണിക്കുന്ന അടൂരാണ്. അപ്പോൾ അവിടെയും കണ്ണൻ വരാറുണ്ട്. കണ്ണനെ വീഡിയോയിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. പുള്ളി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഫോണിലൂടെ ആണെങ്കിലും അല്ലാതെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ഇവിടെ കയറാറുണ്ട്. ഞങ്ങളും പോകാറുണ്ട്. അല്ലാണ്ട് ഞാൻ എന്താ മറുപടി പറയണ്ടേ എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ കൂടെ ഉള്ളത് ചേച്ചിയുടെ ഫാമിലിയാണോ? ആണേ. ഇതിൻ്റെ ആൻസറൊക്കെ ഞാൻ ഫസ്റ്റ് Q&Aയിൽ പറഞ്ഞതാണ്. എങ്കിലും നമുക്കിപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പറയാം. എൻ്റെ കൂടെയുള്ളത് എൻ്റെ അമ്മയും അച്ഛനുമാണ്. ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനെല്ലാം അവർ മരിച്ചുപോയി. പിന്നെ ചേച്ചിയുടെ കണ്ണ് കാണാൻ സൂപ്പറാണ്. താങ്ക് യു. പിന്നെ ഹസ്ബൻഡ് കൂടെയുള്ള കുറച്ച് വീഡിയോ ചെയ്യണം. കൊതു പോ. ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള കുറച്ച് വീഡിയോ ചെയ്യണമെന്ന്. നടക്കാത്ത കാര്യം. അത് പുള്ളിക്ക് വീഡിയോ വരാൻ താല്പര്യമില്ലെന്ന്. ഞാൻ എങ്ങനെ പിന്നെ പുള്ളിയുടെ കൂടെയുള്ള വീഡിയോ ചെയ്യും? പുള്ളിക്ക് വീഡിയോയിൽ വരുന്നതോ അങ്ങനെ അതെന്താണെന്ന് എനിക്ക് അറിയില്ല പറഞ്ഞുതരാൻ. എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഉണ്ടാവും. ഞാൻ ഇതിനകത്ത് ഉണ്ടല്ലോ, നമ്മുടെ ചാനലിലുണ്ട് പുള്ളിയുള്ള വീഡിയോ ഉണ്ടേ. നമ്മുടെ കുഞ്ഞിൻ്റെ ചോറൂണിൻ്റെ വീഡിയോയും പിന്നെ നമുക്ക് 1K സെലിബ്രേഷൻ നടത്തിയപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മോന് സ്കൂൾ അടച്ചല്ലോ. അപ്പോൾ ഞങ്ങളിനി കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാൻ പ്ലാനുണ്ട്. അടൂർ പോയി നിൽക്കണമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അവിടെ കിണറിൽ വെള്ളമില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ചിമ്മണം, കോരിക്കൊണ്ട് വരണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പോകണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. മിക്കവാറും ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കും. അപ്പോൾ പറ്റുമെങ്കിൽ പുള്ളിയുടെ കാല് പിടിച്ച് നോക്കാം. വീഡിയോയിൽ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊരു സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും കുറച്ചെങ്കിലും ഞാൻ കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ അഭിപ്രായം എന്തായിരുന്നു? പൊട്ടിപ്പോകുന്നല്ലത് വെറുതെ സപ്പോർട്ട് ചെയ്തോ പിന്തിരിപ്പിച്ചോ? തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാർ പിന്തിരിപ്പിക്കാനുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്താലും അതിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും പോസിറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട്. കാരണം മനുഷ്യരെല്ലാവരും ഒരേ അച്ചിൽ വാർത്തതല്ല, യന്ത്രങ്ങളല്ല. അപ്പോൾ കുറച്ച് പേര് പിന്തിരിപ്പിച്ചു. ആദ്യം നമ്മൾ ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു, എവിടെ നിന്ന് ഒന്നും നടക്കാൻ പോകുന്നില്ല, കാരണം ജോലിയില്ല. എത്രയോ പേര് അവർ പറയാതെ പറയും, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കൊച്ച് ചാനൽ തുടങ്ങിയിരുന്നു കേട്ടോ. ഒരു ഉപയോഗം ഉണ്ടായില്ല. കാരണം അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് കൂട്ടിക്കെട്ടി പോയി. ഇതൊക്കെ വെറുതെ വേറെ ജോലിയില്ല, നമ്മുടെ കയ്യിരിക്കുന്ന പൈസ കളയാൻ വേണ്ടിയിട്ട്. പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടായിരുന്നു. പിന്നെ സപ്പോർട്ടിന് അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേര്. മിക്കവരും നമ്മൾ ചാനൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ അവർക്കൊരു പുച്ഛഭാവമായിരുന്നു. ചാനലോ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് എന്ന് പറയും പോലെ. പിന്നെ സപ്പോർട്ടിന് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ കണ്ണപ്പൻ, എൻ്റെ കണ്ണൻ, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ചേച്ചി, ഇവരൊക്കെ സപ്പോർട്ടിനുണ്ടായിരുന്നു. അല്ലാതെ നാട്ടുകാരെന്നൊക്കെ പറയാൻ ഞാനിപ്പോൾ ഇവിടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടുകാരെ ശരിക്കും കാണുന്നില്ലല്ലോ. ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ വിതിരെ പോയപ്പോൾ ചാനൽ തുടങ്ങിയെന്നൊക്കെ പറയുന്നത്. അപ്പോഴവർ വീടിൻ്റെ അടുത്തുള്ളവരൊന്നും പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ട് ഉള്ള കുറേ ആൾക്കാരൊക്കെ നമുക്കറിയാം. നമ്മളിപ്പോൾ നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ വേറൊരാളോട് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അത് അതിനല്ലേ പരദൂഷണം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അവൾ ചാനൽ തുടങ്ങി, അവൾ മറ്റേ അമ്പിയുടെ നമ്മളുണ്ടല്ലോ, അവൾ ചാനൽ തുടങ്ങി, വേറെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ സന്തോഷം ഉണ്ടോ എന്നാണ്. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഫാമിലി, യൂട്യൂബ് ഫാമിലിയിൽ എനിക്കത് പറയുമ്പോൾ ശരിക്കും കരച്ചിൽ വരും കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം ആദ്യം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ലെവൽ ക്രോസ് എന്ന് പറയുമ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കിപ്പോൾ എങ്ങനെ എനിക്ക് അറിയാമെന്നുള്ളവരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടി ചേർത്ത് ഞാൻ വാരിക്കൂട്ടി പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിച്ചാലും മാക്സിമം 50 പേര്, അതിനപ്പുറത്തോട്ടില്ല. അപ്പോൾ എപ്പോൾ 100-1000 പേരാകും. ഞാനും കണ്ണനും എന്നും ഫോൺ വിളിക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു സംസാരം. കണ്ണൻ പറയും, അത് പെട്ടെന്ന് ആകൂടാ, അത് പെട്ടെന്ന് ആകുമെന്ന് കണ്ണൻ പറയും. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പറയും, ദൈവമേ 2 വർഷം 3 വർഷം എടുക്കുമായിരിക്കുമല്ലോ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ എന്ന് വിചാരിച്ച് വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ഞാനും അമ്മയും അച്ഛനും കൂടെ ഞങ്ങളുടെ നാട്ടിൽ വിതിരെ പോയപ്പോൾ അറിയാവുന്നവരോട് എല്ലാവരോടും പറഞ്ഞു, ഞങ്ങൾക്കൊരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ
ചെയ്യാമെന്ന് പറഞ്ഞ് ID ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ചെയ്ത ആൾക്കാരുമുണ്ട്. പക്ഷേ ഞാൻ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറങ്ങിയിട്ടും തിരിച്ച് വീടെത്തിയപ്പോൾ എനിക്ക് 65 സബ്സ്ക്രൈബേഴ്സാണ് ആയത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോൾ, കാരണം വിരലിലെണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്കതാണ് ഉള്ളൂ. അപ്പോൾ ഒരാളുടെ അടുത്ത് പറഞ്ഞ് ചേച്ചി ഞാനൊരു ചാനൽ തുടങ്ങുന്നു, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അവർ ID ചോദിക്കും, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും, ചിലപ്പോൾ പരിചയക്കാരായിരിക്കും. ID പറഞ്ഞു കൊടുക്കും, അവർ ഇപ്പോൾ ചെയ്യാമെന്ന് പറയും. പക്ഷെ നമ്മൾ കൗണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയാലും കാണില്ല, കാരണം അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കണ്ണൻ പറഞ്ഞു, നല്ല വീഡിയോ ചെയ്യാൻ നോക്കുക, അപ്പോൾ നിന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ ആരെയും താങ്ങാനുള്ള ആൾക്കാരും ഇല്ല, എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോഴും മാക്സിമം 65 സബ്സ്ക്രൈബേഴ്സ് കണ്ടേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു. നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, 35 വർഷമായി തുടങ്ങിയിട്ട് എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തു. ആ ഷോർട്ട് വീഡിയോ ശരിക്കും പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. അതൊരു 1.5 ഓട്ടോ ഓടി. അത് 1.5 മില്യൺ ആൾക്കാരങ്ങാണ്ട് കണ്ടു. 1.5. അപ്പോൾ എനിക്ക് തോന്നുന്നു 15 ലക്ഷമാണെന്ന് തോന്നുന്നു, അല്ലേ? ആണെന്ന് തോന്നുന്നു. അത്രയും ആൾക്കാർ കാണുകയും ചെയ്തു. ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് 8000 സബ്സ്ക്രൈബേഴ്സ് കയറി. അപ്പോൾ ഈ 8000 സബ്സ്ക്രൈബേഴ്സ് ആ ഒരു വീഡിയോയ്ക്ക് കയറിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ സന്തോഷമില്ല, എനിക്ക് പേടിയാണ് തോന്നി. ഞാൻ പിന്നെ പെട്ടെന്ന് നമ്മുടെ ടെക്ക് വീഡിയോ ചെയ്യുന്നത് ജിജോ എന്ന് പറഞ്ഞൊരു പുള്ളി, ആ പുള്ളിയാണ് നമ്മുടെ ചാനലിൻ്റെ വർക്കെല്ലാം ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എൻ്റെ ഒരു വീഡിയോ ഇത്രയും ഓടി? കാരണം അന്നൊക്കെ എൻ്റെ വീഡിയോ മാക്സിമം 500 പേര് അല്ലെങ്കിൽ 100 പേര് 600 പേരൊക്കെ കാണുകളായിരുന്നു. അപ്പോൾ 10-20 ലക്ഷം ആ വീഡിയോ ഓടുകയും ചെയ്തു, 8000 സബ്സ്ക്രൈബറും കയറി. അപ്പോൾ പുള്ളി പറഞ്ഞു, അടി അതിനെന്താ പേടിക്കണേ, നല്ലതല്ലേ, നീ അങ്ങനെ വീഡിയോ ചെയ്യുന്നത്, എൻ്റെ വീഡിയോ നല്ലതായതുകൊണ്ടാണ് ആൾക്കാർ കണ്ടതും സബ്സ്ക്രൈബ് ചെയ്തതെന്ന് പറഞ്ഞു. അതിനുശേഷം ചെയ്ത മിക്ക വീഡിയോസും നല്ല രീതിയിൽ ഓടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 3-4 വീഡിയോയ്ക്ക് ഇതുപോലെ 6000-7000 സബ്സ്ക്രൈബേഴ്സ് ഒരുമിച്ച് കയറിയ വീഡിയോ ഉണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം ഉണ്ടോ എന്ന് എടുത്ത് ചോദിക്കണോ, സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വരും. കാരണം ഞാൻ 2 വർഷം 3 വർഷം എടുക്കും 1000 സബ്സ്ക്രൈബേഴ്സ് കയറാമെന്ന് വിചാരിച്ചെടുത്ത് ഒരൊറ്റ വീഡിയോയിൽ 8000 സബ്സ്ക്രൈബർ കയറുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് അറ്റാക്കൊന്നുമില്ലെന്നേ ഉള്ളൂ, സത്യം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നുള്ളതാണ്. കഴിഞ്ഞ Q&A വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾ പിറ്റേന്ന് തന്നെ ആ വീഡിയോ കണ്ട് എന്നോട് വിളിച്ച് പറഞ്ഞു, നീ എന്നാലും എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ കൂടി എന്ന്. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആരും ചോദിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം ഒരാൾ എന്നോട് ചോദിച്ചു, രാജിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? അപ്പോൾ അവർ ശരിക്കും ഭയങ്കര ഭാഗ്യമായിരിക്കും, രാജി ഇങ്ങനെ കലബില സംസാരിക്കുന്നുണ്ട്, ആ പുള്ളിക്കാരിക്ക് സമയം പോകുമല്ലോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ വിനീത. ഞാൻ നിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡി. അവൾ കാണും, അവൾ എല്ലാ ദിവസവും വീഡിയോ കണ്ട് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ, പാവം. വിനീത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ അവളാണ്. അവൾ എൻ്റെ ലൈഫിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 15 വർഷമാവും കേട്ടോ. അവളെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. എന്താ പറയുക, പൊക്കി പറയുന്നൊന്നുമല്ല, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ, നമ്മൾ പറയില്ലേ നമ്മൾ എന്തെങ്കിലും ഒളിച്ചു വയ്ക്കണമെന്ന്, പക്ഷെ ഞാനും അവളും തമ്മിൽ അങ്ങനെ ഒരു ഒളിയോ മറയോ ഇല്ല. എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അത് അവളുടെ ലൈഫിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും എനിക്കും അറിയാം, എൻ്റെ ലൈഫിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അവൾക്കും അറിയാം. അപ്പോൾ അതുപോലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഒരു സ്ഥാപനത്തിൽ. അവിടെ വെച്ചിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. പിന്നെ ഞാനും അവളും വലതുകാലത്ത് വെച്ചോട് കൂടി സ്ഥാപനം കൂട്ടിപ്പോയെങ്കിലും ഞങ്ങളിപ്പോഴും ഫ്രണ്ട്സാണ് കേട്ടോ. 15 വർഷമായിട്ട് ഫ്രണ്ട്സാണ്. ഇപ്പോഴും അവൾക്കൊരു വിഷമം വന്നാൽ അവൾ എന്നെ വിളിക്കും, എനിക്ക് ഒരു വിഷമം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്ന അവളെ ആയിരിക്കും. ആദ്യം വിളിക്കുന്നതല്ല, അവളേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ എങ്കിലും അത്ര ആഴത്തിലുള്ളൊരു ഫ്രണ്ടാണ് അവളെൻ്റെ. 15 വർഷക്കാലമായിട്ട് എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ വിനീതക്കുട്ടിയാണ്. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് എന്താ ജോലി? അപ്പം ചേച്ചിക്ക് എന്താ ജോലി എന്ന് പറയുമ്പോൾ മിക്കവാറും എൻ്റെ ചേച്ചി ആയിരിക്കും ഉദ്ദേശിക്കണമെന്ന് തോന്നുന്നു. ചേച്ചി UK-യിൽ നഴ്സാണ്. ചേച്ചി നഴ്സാണ്, UK-യിലാണ്, അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ആയൂർ എവിടെയാണ് വീടെന്നാണ്. ആയൂർ മഞ്ഞപ്പാറ എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനിപ്പോൾ വന്നിട്ട് 1 വർഷമായി. അമ്മയും അച്ഛനൊക്കെ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 7 വർഷമാവും കേട്ടോ. 7 വർഷം വരെ ആയി അമ്മയൊക്കെ വന്നിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, രാജിയുടെ ചേച്ചി എങ്ങനെ UK പോയി? എൻ്റെ മുഖത്ത് വെട്ട് പിടിക്കുന്നത് കണ്ടോ? കൊള്ളാം. രാജിയുടെ ചേച്ചി എങ്ങനെ UK പോയെന്ന് വെച്ചാൽ അവളെ പഠിക്കാൻ വിട്ടപ്പോൾ പഠിച്ചു നന്നായിട്ട്. അപ്പം എന്നെ പോലെ കണ്ട മാവിലും ജാമ്പയിലും കല്ലെറിഞ്ഞ് കിടക്കാണ്ട് അവൾ പഠിച്ച്, അതാണ് തെണ്ടി വല്ല കാര്യം ഉണ്ടായിരുന്നതോ. അയ്യോ പാവട്ടെ എൻ്റെ ചേച്ചി. ഞങ്ങളിങ്ങനെ പോടാ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ചേച്ചി, ഞാനിപ്പോൾ വീഡിയോയിൽ പറയുമ്പോൾ മാത്രമേ ഈ ചേച്ചി വിളിയുള്ളൂ, അല്ലാത്തപ്പോൾ ഞാൻ എവിടാ എന്തോ എഴുവാടി അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഞങ്ങളങ്ങനെയാണ് ആദ്യം മുതൽ. അപ്പോൾ ചേച്ചി UK-യിൽ പോയത്, ചേച്ചി നഴ്സായിട്ട് പോയതല്ലല്ലോ പറയും പോലെ, നഴ്സിംഗ് പഠിച്ചു, പരീക്ഷയ്ക്ക് എഴുതി.
അങ്ങനെ പാസ്സായി അവിടെ ജോലിക്ക് കയറി, നഴ്സായിട്ട് ജോലിക്ക് കയറി. ഇപ്പോൾ അങ്ങനെയാണ്. അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നത് ചേച്ചിയും ഹസ്സും തിരിച്ചു പോയോ, ബാക്കി എല്ലാ ദിവസവും വന്ന് പറയുമല്ലേ, ബാക്കി എന്ത് ചോദിക്കാനാ, അമ്മയുടെ അച്ഛൻ്റെ പേരെന്താണ്? സത്യമാണ്. ഇവിടെ ഒരു ഈച്ച പറഞ്ഞാൽ ഞാനത് വീഡിയോ കൂടെ നിങ്ങൾ അറിയിക്കുന്നുണ്ട്. തിരിഞ്ഞിരിക്കുക. അപ്പോൾ ചേച്ചി ഹസ്സും തിരിച്ചു പോയി, അവർ 5-ാം തീയതി പോയി കേട്ടോ. പിന്നെ അമ്മയുടെ അച്ഛൻ്റെ പേര്, എൻ്റെ അമ്മയുടെ പേര് അംബികയും അച്ഛൻ്റെ പേര് നടേശനും. അടുത്ത ക്വസ്റ്റ്യൻ, വീട്ടിൽ എത്ര മക്കളാണ്, അവരൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾ 2 മക്കൾ. എൻ്റെ ചേച്ചി അവൾ UK നഴ്സാണ്. ഞാൻ പിന്നെ എന്നെക്കുറിച്ചൊക്കെ പറയാൻ നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജോലി. യൂട്യൂബറാണ്. അത് ജോലിയല്ലേ പറയും പോലെ. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ചേട്ടൻ്റെ 3 സഹോദരങ്ങളുണ്ട് കേട്ടോ. ചേട്ടൻ കണ്ണൊരു മൂത്ത സഹോദരനുണ്ട്, ഒരു ചേച്ചിയുണ്ട്, അല്ല 2 ചേച്ചിമാരുണ്ട്, ഒരു സഹോദരനും 2 ചേച്ചിമാരും ഉണ്ട്. എല്ലാവരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞു, അവർ ഫാമിലിയായിട്ട് ജീവിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മനഃപൂർവ്വം എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടേക്കാണെന്ന് എനിക്ക് സംശയമുണ്ട്. ചേച്ചി, അതായത് എൻ്റെ ചേച്ചി പഠിച്ച് നല്ല ജോലിയൊക്കെ ആകണമല്ലോ, രാജിക്ക് എന്താ അതുപോലെ ജോലിക്ക് പോകാൻ പറ്റാതിരുന്നതെന്ന്? ആരാ അത് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇമാതിരി ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കുന്നത്, എന്നെ നാണം കെടുത്താൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചേച്ചി പഠിക്കാൻ മിടിക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് 10-ലൊക്കെ ഫുൾ മാർക്കായിരുന്നു, 10-ലും +2-നും ഒക്കെ നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ് എൻ്റെ ചേച്ചി. അത് അവൾ അന്നും ഇന്നും ഒക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എന്നെയാണ് അവൾ മുന്നേറിയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ജോലിയുണ്ട്, നഴ്സായി, നല്ല ലൈഫ് ഒക്കെ പോകുന്നു. പിന്നെ രാജിക്ക് എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ, രാജി പണ്ട് പഠിക്കാൻ വിട്ടപ്പോൾ മാങ്ങ അറിയാൻ പോയി. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും ജോമെട്രി ബോക്സിൽ പേനയും പെൻസിലും കട്ടറും എടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്ന സാധനം ഉപ്പും മുളക് കൂടി പൊതിഞ്ഞൊരു പേപ്പറിലേക്ക് വെക്കുമായിരുന്നു. കാരണം പോകുന്ന വഴിക്ക് കാരക്ക, ജാമ്പയ്ക്ക, നെല്ലിക്ക ഇങ്ങനെയുള്ള അൽക്കുലത്തെ സാധനങ്ങളെല്ലാം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അടിച്ചു മാറ്റും കിട്ടിയില്ലെങ്കിൽ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീട്ടിലെ ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ അവിടെ കയറി, എന്നെ മരം കയറിയെന്നായിരുന്നു വിളിച്ചിരുന്നത് കേട്ടോ ആൾക്കാർ. സത്യമായിട്ടോ പറയണേ. അപ്പം അങ്ങനെ പഠിക്കാൻ വിട്ടപ്പോൾ പഠിച്ചില്ല മക്കളെ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരുന്ന് Q&A ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ നല്ല ലെവലായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഈ ലൈഫിൽ സന്തോഷവതിയാണ്, ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ പഠിച്ച് ഇപ്പോൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ നഴ്സോ ഒക്കെ ആയാലും എനിക്ക് ചിലപ്പോൾ ഇത്രയും സന്തോഷം കിട്ടണമെന്ന് ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അമ്മയുടെ അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ വയസ്സാം കാലത്ത് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നു, അതൊരു സന്തോഷം. പിന്നെ എൻ്റെ കണ്ണൻ, അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. പിന്നെ പിള്ളേർ, പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഒരു യൂട്യൂബർ അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു ഫീൽഡിലോട്ട് വന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മൃഗശല്യമുണ്ടോ? അതായത് ആന, കടുവ ഒക്കെ ഉണ്ടോ എന്ന്. ഇവിടെ ആനയും കടുവയൊന്നുമില്ല. പന്നിയുണ്ട്, മുള്ളം പന്നിയുണ്ട്, പിന്നെ കേഴ, ഈ ആടിനെ പൊട്ടിക്കുന്ന വേറൊരു സാധനമില്ലേ, അതുണ്ട്, പാമ്പുണ്ട്, മയിലുണ്ട്, കീരിയുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കടുവ, ആനയൊക്കെ വരെ ഞാനെന്താ കാട്ടിനകത്തോ താമസിക്കുന്നത്, ആ സാധനമൊന്നുമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അത് ഒരുപാട് പേര് ചോദിച്ചതാണ്. വേണ്ടേ, ഈ ഇരിക്കുന്ന വെട്ടില്ലേ പിരുകത്തിലെ, അത് മോഡേണായിട്ട് വെട്ടിയതാണോ, അല്ലെങ്കിൽ അങ്ങനെ പിരുകം ഇങ്ങനെ ത്രെഡ് ചെയ്തൊക്കെ ഇങ്ങനെ മാറ്റാറുണ്ടല്ലോ, ഒന്ന് പുരുകം എന്ത് ചെയ്തതാണ് ബാല്യകാലത്തിൽ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ അറിയാമല്ലോ, ഒരു 5-6 സ്റ്റിച്ച് വന്ന വഴിയാണ് ഇത് ഈ കിടക്കുന്നത്. അല്ലാണ്ട് പുരുകം ത്രെഡ് ചെയ്ത് വെച്ചിരിക്കണം അല്ല കേട്ടോ, മോഡലിന് വേണ്ടിയിട്ട്. അത് പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 2 വയസ്സാണെന്ന് തോന്നുന്നത്, 1 വയസ്സോ 2 വയസ്സിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഓർമ്മയൊന്നുമില്ല, അമ്മയും അച്ഛനൊക്കെ പറഞ്ഞ അറിവാണ്. ചേച്ചി നമ്മുടെ വീടിനകത്ത് നമ്മുടെ തൊട്ടിലുണ്ടല്ലോ, പിള്ളേരാടുന്ന തൊട്ടിൽ, അതിനകത്ത് ആടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെന്ന് കയറിയിട്ട് പറഞ്ഞു, ചേച്ചി എന്നെയും കൂടെ ആട്ടിച്ചെന്ന് പറഞ്ഞ് ചെന്ന് കയറി. ചേച്ചി പാഞ്ഞ് വന്ന ഒരൊറ്റ ചവിട്ട്, ഞാൻ നേരെ തെറിച്ച് ചെന്ന് ഫ്രണ്ടിലൊരു കട്ടിലുണ്ടായിരുന്നു, കട്ടിൽ ചെന്ന് ഒറ്റയിടി. അപ്പോൾ ആ കട്ടിലിൻ്റെ കാലിൽ ഇടിച്ചതാണ് ഇവിടെ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മ ഓടി വന്നിട്ട് അയ്യോ എൻ്റെ കൊച്ചു വീണേന്ന് പറഞ്ഞിട്ട് വന്ന് ഇങ്ങനെ വന്ന് തിരുമലായിരുന്നു വന്ന് ഭയങ്കര തിരുമലായിരുന്നു. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ കയ്യിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് ഒലിക്കുവാണ്. സംഭവം അച്ഛൻ്റെ അമ്മ, അതായത് അച്ഛാമ്മ അറിഞ്ഞിട്ടില്ല സംഭവം ഇവിടെ പൊട്ടിയെന്ന് അറിഞ്ഞില്ല. അല്ലാണ്ട് വീർത്ത് വരാതിരിക്കാൻ നമ്മൾ കൊഴുക്കട്ടാകുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തിരുമിയതാ. കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ ചേച്ചി എൻ്റെ കുഞ്ഞിനെ തന്ന സമ്മാനമാണ് ഇതേണ്ടത്. അപ്പോൾ എൻ്റെ ചേച്ചിയും കുഞ്ഞാട്ടോ, എനിക്ക് അന്നൊരു 3 വയസ്സ് ഒക്കെ ആണെങ്കിൽ എൻ്റെ ചേച്ചിക്ക് 5 വയസ്സ് അറിയാമല്ലോ. അവളും കുഞ്ഞാണ്, അറിയാണ്ട് അങ്ങനെ പോയതാ. അപ്പോൾ അങ്ങനെ പറ്റിയ പാട്. അടുത്ത ക്വസ്റ്റ്യൻ, ചാനൽ മോണിറ്റൈസ്ഡ് ആയോ? ചാനൽ മോണിറ്റൈസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 1 മാസമാണോ? 1 മാസം ആയി കേട്ടോ, ചാനലൊക്കെ മോണിറ്റൈസ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ, യൂട്യൂബിലെ ഫസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനം കിട്ടുമ്പോൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹം, എന്ത് ചെയ്യണമെന്നാണ് എന്ന്. യൂട്യൂബിലെ വരുമാനം കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് അച്ഛനും കൊടുക്കണം പൈസ. പിന്നെ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ കണ്ണൻ്റെ മുഖമാണ്. കാരണം എനിക്ക് യൂട്യൂബ് ചാനലിനാണെങ്കിലും അല്ലെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ കിട്ടുമ്പോൾ കണ്ണന് കൊടുക്കണം, എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ. കാരണം ഞാൻ പിന്നെ വേറെ ആർക്കാണ് കൊടുക്കേണ്ടത്, എൻ്റെ അമ്മയ്ക്ക് അച്ഛനും കൊടുക്കണം, അതെന്തായാലും കൊടുക്കുമല്ലോ. അല്ലാണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം
ഞാൻ ജോലി ചെയ്ത പൈസ, അതും എൻ്റെയും കണ്ണൻ്റെയും ഭയങ്കര ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറച്ചാണെങ്കിൽ പോലും, അതിപ്പോൾ ഒരു 1000 ആണെങ്കിലും 2000 ആണെങ്കിലും കണ്ണൻ എനിക്ക് കൊടുക്കണം. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കണ്ണനാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പൈസ വേണമെന്ന് പറയണ്ട. അപ്പോൾ കണ്ണൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് അവിടെ വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആ സെക്കൻഡിൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും. അത് കണ്ണൻ ഭയങ്കര പണക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കാശുകാരനായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. കണ്ണൻ ഒന്നെങ്കിൽ കടം മേടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കണ്ണന് ജോലി പൈസ കിട്ടിയത് കണ്ണൻ ലോൺ വരെ മാറ്റി വെച്ചിട്ടായിരിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയാൽ ആദ്യം എനിക്ക് ചെയ്യേണ്ടത് കണ്ണന് കൊടുക്കുക. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ ചേച്ചി ക്രിസ്ത്യൻ ആണോ മാരേജ് ചെയ്തതെന്നാണ്. ക്രിസ്ത്യൻ ആണ് കേട്ടോ. അവർ ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ ചേച്ചിയും മാമോദിസയൊക്കെ മുക്കി. ഇപ്പോൾ ചേച്ചിയും മാമോദിസ മുക്കി എന്നല്ലേ പറയണേ, ആണ്. ചേച്ചിയും ക്രിസ്ത്യനാണ് ഇപ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, പേയ്മെൻറ്റ് കിട്ടിയെന്നുള്ളതാണ്. പേയ്മെൻറ്റ് ശരിക്കും ആയിക്കൊണ്ടിരിക്കണമെന്നേ പറയാൻ പറ്റും കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ $100 നമ്മൾ ആദ്യം ആക്കിയാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ്, നമ്മുടെ ആദ്യത്തെ പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ വരുള്ളൂ. $100 ഞാനൊക്കെ എന്ന് തികയ്ക്കാനാണെന്ന് എനിക്കറിയാൻ മേല. $100 ആവണം എന്നാലേ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പം അതിനൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല, ലോങ് വീഡിയോ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ ഷോർട്ട് വീഡിയോ മാത്രമാണ് ചെയ്യാറ്. ലോങ് വീഡിയോ വല്ലപ്പോഴേക്കും ഇടാറുള്ളൂ, അതും വലിയ ലോങ് അല്ല. അപ്പോൾ $100 ഒക്കെ വരണമെങ്കിൽ ലോങ് വീഡിയോ ഇപ്പം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറുള്ള വീഡിയോ കിട്ടാം, പെട്ടെന്ന് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. പക്ഷേ ഇതിപ്പോൾ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞതുപോലെ 1,00,000 പേര് കാണുമ്പോഴാണ് $1 കിട്ടുന്നത്. അതിൽ പകുതി യൂട്യൂബിനും, ഷോർട്ട് വീഡിയോയ്ക്ക് 65% യൂട്യൂബിനും 45% നമുക്കുമാണ്. അപ്പോൾ $1 കിട്ടുന്നില്ല. അപ്പോൾ എന്ന് $100 ആവാനാണ്. അപ്പോൾ ഞാനിങ്ങനെ പേയ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. ഇങ്ങനെ നമ്മുടെ വീഡിയോ, ഇതൊരു സന്തോഷമാണ്. എൻ്റെ ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് പോകുമ്പോൾ നമ്മൾ അറിയാവുന്ന കുറച്ച് പേരൊന്ന് സംസാരിക്കുന്നു, അതൊക്കെ മതി. അതൊക്കെ തന്നെ എന്ന് വെച്ചാൽ പൈസ വേണ്ടെന്നല്ല, പൈസ കിട്ടിയ ആരാ കളയുന്നത്, കിട്ടുമ്പോൾ കിട്ടട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം എടുക്കുന്നില്ല, ഞാൻ കുറേ എഴുതി വെച്ചിരുന്നു ഈ ഫോണിൽ നോക്കിയിട്ടൊക്കെ പറയാനൊക്കെ വിചാരിച്ചു. പക്ഷേ ഭയങ്കര ചുമ കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. അറിയാമല്ലോ കുറച്ച് ദിവസം കൊണ്ട് ടോൺസിലൈറ്റിസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും മൈക്കില്ലാണ്ട് തന്നെ ഉറക്കെ സംസാരിക്കുകയല്ലേ, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. തൊണ്ടയ്ക്ക് കിച്ച് ഭയങ്കര ചുമ, പറ്റുന്നില്ല. ഞാനിപ്പോൾ എത്ര ഷോട്ട് എടുത്തെന്നറിയാവോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കാരണം സുഖമില്ലാഞ്ഞിട്ടാണ്, ചുമ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്ത Q&A നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് പരിഗണിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ കഴിഞ്ഞു. ആരുടെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞിട്ടില്ല എങ്കിലും ക്ഷമിക്കണം. ഇപ്പോൾ ഇത് തന്നെ കുറേ സമയമായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ലെങ്ത് കൂട്ടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.